ഹായ്, വെൽക്കം ബാക്ക് ടു ജെയിം ജെനി. ഇപ്പൊ നിങ്ങളിൽ കുറച്ച് ആളുകളെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇത് തീർന്നില്ലടേ, ഇനിയും കഴിഞ്ഞില്ലടേ എന്നുള്ളത്. കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല, അങ്ങനെ ഒന്നും തീരൂല. ഞങ്ങള് കുറച്ച് ബിഗ് പരിപാടികളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വി ഗോണ ഷോ യു സംതിങ് ബിഗ്. സോ അതെന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം. എമ്പുരാൻ ഇങ്ങനെ തരംഗം സൃഷ്ടിക്കുക മാത്രമല്ല, ഓരോ സമയത്തും റെക്കോർഡുകൾ ഇടുകയും പല ആളുകളും റെക്കോർഡുകളൊന്നും തീരൂല, ഞങ്ങളെയും തൊടാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ വരെ, ഈവൻ എന്താ പറയാ, ബുക്ക് മൈ ഷോ വരെ സ്തംഭിച്ചു പോയൊരു നിമിഷം ആദ്യമായി ഇൻ ദി ഹിസ്റ്ററി. കണ്ടുവെക്കാം. റെഡി. TK ട്രോളിന്റെ ആണ് ഇത്. കാണുമ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിയേറ്റർ ഓഫ്ലൈൻ ബുക്കിംഗ്. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. സമയം രാവിലെ 9 മണി. സിനിമാ പ്രേമികൾ ഒന്നാകെ ബുക്ക് മൈ ഷോയിൽ. എല്ലാവരുടെയും സെർച്ച് കീ ഒന്ന് തന്നെ, എമ്പുരാൻ. അവൻ ആര്, എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കകം തിയേറ്ററുകൾ നിറഞ്ഞു. റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന. ആദ്യത്തെ 1 മണിക്കൂറിൽ വിറ്റുപോയത് 1 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ. ബുക്ക് മൈ ഷോ ആദ്യമായി സ്തംഭിച്ചു പോയ മണിക്കൂർ. എന്ത് കുറ്റം ചെയ്തിട്ട് വിനയേട്ടൻ ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭമല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. ഒരൊറ്റ പേര്, മലയാളത്തിന്റെ മോഹൻലാൽ. ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പല ചിത്രങ്ങളിലെ റെക്കോർഡ് എമ്പുരാൻ തിരുത്തി കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി 1 മണിക്കൂറിൽ ലിയോയുടെയും പുഷ്പ 2വിന്റെയും റെക്കോർഡ് തിരുത്തി. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യപ്പെട്ട സിനിമയും എമ്പുരാനായിരുന്നു. അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണേ. ഇത് അസൂയാണല്ലേ, അസൂയ, അതാ അതിന്റെ പേര്. റിലീസിന് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചിത്രം പ്രീ സെയിലിൽ നിന്ന് മാത്രം ലിയോയുടെ 12 കോടി മറികടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ മുൻകൂർ ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഓവർസീസും ബുക്കിംഗും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മുമ്പാണെങ്കിൽ അതങ്ങ് കരിച്ചു കളയാൻ അതിന്റെ മുരട്ടിലൊന്ന് മുള്ളിയാ മതി. ഇതിപ്പോ മരമായിട്ട് അവന്റെ വരവ്, നല്ല കാതലുള്ള മരം. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? എമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് റൗണ്ടുകളിൽ ഒന്നാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തായ് വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകും. ടിക്കറ്റ് വിൽപ്പന തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അമ്പരിപ്പിക്കുന്ന കാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷനുകൾ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളടാ റാസ്കൽ. നീ എണ്ണി തുടങ്ങിക്കോ. കേരളത്തിലെ 90% തിയേറ്ററുകളിലും എമ്പുരാനാണ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 6 മണിക്കുള്ള ഫാൻസ് ഷോയുടെ ടിക്കറ്റുകൾ 2 ആഴ്ച മുൻപ് തന്നെ വിറ്റു തീർന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശികളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്. ഞാൻ വന്ന് നിരത്തിയിട്ട് പോയി പറഞ്ഞ തിരിഞ്ഞവനും നോക്കില്ല. അതുകൊണ്ടാണ് തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്നത്. ഇനി എല്ലാ കണ്ണുകളും മാർച്ച് 27 ആദ്യ ഷോയിലേക്കാണ്. അബ്രാം ഖുറേഷിയിലേക്കും സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കും. തിയേറ്റർ ആരംഭങ്ങൾക്കായി കാത്തിരിക്കാം. എന്റെ പൊന്നാര ജോണിക്കുട്ടിയെ, ഓനെ ഇജ്ജ് പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാണ്.
ഔട്ട് 625.48. എന്റെ അമ്മോ, റെക്കോർഡ് തൂക്കാന്നൊക്കെ പറഞ്ഞപ്പോ അത് റെക്കോർഡ് തൂക്കുന്ന ആരും വിചാരിച്ചില്ല. ഈ ഒരു ട്രെയിലർ വന്നതോടുകൂടി ആക്ച്വലി ഇതിന്റെ എല്ലാ ലിമിറ്റേഷൻസും പൊട്ടിത്തെറിക്കുക ചെയ്തിട്ടുള്ളത്. അതുവരെ ടീസർ വന്നപ്പോൾ പോലും പല രീതിയിൽ നെഗറ്റീവ് കേട്ടിട്ടുണ്ടായിരുന്നു. പുതിയ ഡയലോഗൊന്നും കേൾക്കാനില്ല, പിന്നെ ഇലുമിനാറ്റി കുത്തിക്കേറ്റിയിട്ടുള്ള കുറച്ച് പരിപാടികൾ, അതിനൊക്കെ നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അത് ആ മോഹൻലാലിന്റെ കയ്യിലെ റിങ് വരുമ്പോൾ ഇലുമിനാറ്റിന്റെ സാധനം വരുന്നത്, അത് അവർ മനഃപൂർവ്വം അത് ചെയ്തിട്ട് ഇനി കുറച്ച് ഓവറാക്കും, അത് ഓവറാക്കി ചളവാക്കും എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ ഹൈപ്പുകൾ വന്നു. ഹൈപ്പ് വന്ന് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഇത്രയും ഹൈപ്പ്, ഇങ്ങനെയൊക്കെ ഒരു ഹൈപ്പ് കൊടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ട്രെയിലർ വന്നപ്പോൾ ഒരു ധൈര്യം വന്നത്, സത്യം പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി അതാണ് ഉണ്ടായിട്ടുള്ളത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ധൈര്യം ആദ്യം വന്നത്. അത് ഓക്കെ, ത്രില്ലർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സീരിയസ്ലി അത് ഭയങ്കരമായിട്ടുള്ള ഗൂസ് ബംസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ അമ്മോ, ഇത് എന്താ സാധനം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. അതൊക്കെ എസ്പെഷ്യലി വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ ആ എമ്പുരാനെ എന്നുള്ള അയാളുടെ വോയിസ് എന്ത് ഗാംഭീര്യമായിട്ടുള്ള വോയിസ് ആണ്. അതിങ്ങനെ എമ്പുരാനെ ആ കുട്ടിന്റെ അങ്ങനെ തുടങ്ങി വന്നപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിലൊരു ഉൾക്കിടലുണ്ടാകുന്നുണ്ട്. അതൊക്കെ എമ്പുരാനെ പറഞ്ഞ ഒരു ബ്ലാസ്റ്റ് ഉണ്ട്. അതൊക്കെ തന്നിട്ടുള്ള ഫീൽ എന്താണെന്നറിയാം. അതുപോലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, ദീപക് ദേവ് വേറെ ലെവൽ പരിപാടിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോ കുറച്ച് ദിവസമായിട്ട് ഫുൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജും ലാലേട്ടനും ഒക്കെ പുറത്തൊക്കെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്. അതിൽ പുള്ളി പറയുന്നത് നെയിം ഈസ് ദീപക് ദേവ് എന്നുള്ള രീതിയിൽ ഇന്റർനാഷണൽ സ്റ്റഫ്. അത് അങ്ങനെ തന്നെ അവർ പറഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകണം. നമ്മുടെ ഡ്രീം, നമ്മൾ കാത്തിരുന്ന പോലെ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. സോ അത് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാസ്റ്റ് ചെയ്യുക, മാക്സിമം നമ്മുടെ ഡ്രീം നമ്മൾ ചെയ്യാൻ പോവാണ്. സോ ഇന്റർനാഷണൽ സാധനമാണെന്നും അറിഞ്ഞു തന്നെ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇത് കാണാനുണ്ട്. പിന്നെ ദീപക് ദേവ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഫേമസ് ആണെങ്കിലും ഇത്രയൊക്കെ സംഭവമാണെങ്കിലും അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നെപ്പോഴും തോന്നിയിട്ടുള്ള ആളാണ്. അതൊക്കെ ഇതിലൂടെ മാറും, അതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. പിന്നെ പൃഥ്വി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിലെ പാട്ടുകൾ മാത്രമേ തന്നെ, പാട്ടൊന്നും പുറത്തു വിട്ടില്ലെങ്കിലും പാട്ടുകളും ഫാന്റാസ്റ്റിക് സോങ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിലൊക്കെ ഇപ്പൊ വിശ്വസിച്ച് തുടങ്ങുകയാണ്. കാരണം പുള്ളി പറഞ്ഞതിനനുസരിച്ചുള്ള ഒരു പക്ഷെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് മുകളിലുള്ള ഒരു ട്രെയിലർ ഓൾറെഡി തന്നു കഴിഞ്ഞു. 26-ാം തീയതി പ്രതീക്ഷകളിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും നമ്മളെ പരിധിക്ക് അപ്പുറത്ത് വിട്ടൊരു സാധനം പ്രതീക്ഷിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, ആഗ്രഹിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് അവിടുന്ന് കണ്ട് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം അവിടെ കിടക്കും. ട്രെയിലർ വരുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും എന്നുള്ള തോന്നലുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫ്രഷ് സാധനം കണ്ടപ്പോൾ എന്റെ അമ്മ എന്നുള്ള ഒരു സാധനം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്ര തന്നെ സിനിമ കാണാൻ പോകുമ്പോഴും ട്രെയിലറിൽ കണ്ടിട്ടുള്ള സാധനങ്ങൾ ഓക്കെ, അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സാധനം പ്രതീക്ഷിക്കാതിരിക്കാന്നല്ല. ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് 27-ാം തീയതി ആദ്യമായിട്ട് കാണുമ്പോൾ ഓരോ ഫ്രെയിമിലും ഓരോ സാധനങ്ങളും കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇമ്പാക്ട്, ആ ഒരു ഫീൽ, അത് മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം ഉള്ളിലേക്ക് എടുക്കുക, അല്ലറുക. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഞാൻ ഈ ട്രെയിലറിൽ ഈ ലാലേട്ടൻ ഇങ്ങനെ കാണിക്കണ്ടല്ലോ, വാടാന്ന് പറയുന്നില്ല, അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ലൂസിഫർ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഐക്കോണിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം വാട എന്ന് പറയുന്നത്. ആ വാട അവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. ബിക്കോസ് അത് അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മൊമെന്റിൽ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ആക്ഷൻ സാധനം വരുമ്പോൾ, അതും ഉറപ്പായിട്ടും ആരാണ് എബ്രഹാം ഖുറൈശി കാണിച്ച് ഫുൾ പൊട്ടൻഷ്യൽ കാണിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും സ്റ്റീഫനായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. പ്ലസ് അദ്ദേഹത്തിന്റെ എബ്രഹാം ഖുറൈശിന്റെ ടീം മൊത്തം പുറകിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ സ്റ്റീഫനാണ്, വെള്ളം എടുത്തിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് കൈ നീട്ടാണ് വരുന്നത് വാട. ഉറപ്പാണ് തിയേറ്ററിൽ ആരാധകരുടെ ഓർലൊക്കെ അല്ലറിയിരിക്കും വാടാന്ന് പറഞ്ഞിട്ട്. അത് ഉറപ്പാ. അത് സാധനമൊക്കെ നമുക്ക് പോയി കാണുമ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കും. അങ്ങനെ എത്ര മൊമെന്റ്സ് അതുണ്ടാവും. കൃത്യനെ പറഞ്ഞ പോലെ നമുക്ക് സംഭവിക്കും. മലയാളത്തിൽ KGF-ഉം ബാഹുബലിയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞ പോലെ നാളെ മറ്റൊരാൾ അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ ആളുകൾ പറയണം, ഒന്നെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് പറയണം ഇനിയും സംഭവിക്കും നമുക്ക് നമ്മുടെ എമ്പുരാൻ എന്ന് മലയാളത്തിൽ നിന്ന് പറയാനോ, അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രികൾ പറയണം എമ്പുരാൻ പോലൊരു സിനിമ ഇവിടെയും സംഭവിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ ഹിറ്റായി മാറട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് ഏറ്റവും വലിയ ഹിറ്റ് ആവേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണെന്നാണ് തോന്നുന്നത്. കാരണം ഇത് നല്ല സിനിമയാണെങ്കിൽ നമ്മൾ 27-ാം തീയതി നമുക്ക് അറിയുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നു നല്ല സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പം നല്ല സിനിമയാണെങ്കിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടട്ടെ. കാരണം ഇതിൽ ലാലേട്ടൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാലേട്ടനും പറഞ്ഞിട്ട് പൃഥ്വി തന്നെ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല. ഒരു രൂപ മേടിച്ചിട്ടില്ല പറഞ്ഞാൽ 1 രൂപ മേടിക്കുക എന്നല്ല. ഇത് നല്ല ഹിറ്റായി നല്ല കളക്ഷൻ കിട്ടി ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ അപ്പോൾ സാലറി മേടിക്കായിരിക്കും. അതല്ലാതെ ഇങ്ങനെ നല്ലൊരു സംഭവം, നല്ലൊരു തോട്ട് അവര് കൊണ്ടുവരികയും അത് വലിയ ഒരു വിജയമാക്കുമ്പോൾ അത് മലയാള സിനിമയുടെ വിജയമാണെന്ന് മനസ്സിലായി. അത് നമ്മളൊക്കെ ഒപ്പം നിൽക്കേണ്ടതെന്ന് മനസ്സിലായിട്ടാണ് ഇവരൊക്കെ. ഇതിൽ ഒരുപാട് ആളുകൾ അങ്ങനെ പൈസ മേടിക്കാണ്ട്. ഇപ്പൊ ജെറോം ഫിലിനൊക്കെ അങ്ങനെ തന്നെയാണ് അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. നമ്മുടെ തിവിടാറാണെങ്കിലും അതുപോലെ പുറത്തു വന്നിട്ടുള്ള പല നടന്മാരും ഒക്കെ
ഇവരുടെ ഇവര് വലിയൊരു സ്വപ്നമാണ് ഇവർ ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലായി. അത് കൺസിഡർ ചെയ്ത് അതിനനുസരിച്ചാണ് നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഉപകാരപ്പെടുകയും വലിയ സിനിമയുമായി കഴിഞ്ഞാൽ തേർഡ് പാർട്ട് ഒരു വൻ പൊളി, ശരിക്കുള്ള ജംഗിൾ പൊളി എന്താണെന്നുള്ളത് തേർഡ് പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഇനിയുണ്ട് 5 ദിവസം. കുറെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഈ പോസ്റ്റേഴ്സ് ഒക്കെ ഇതിന്റെ ഇടയിൽ ഞാൻ വെക്കാം. അപ്പൊ ആ 5 ദിവസം ഇനി വരുന്ന കുറച്ച് പോസ്റ്ററുകളും അത് കഴിഞ്ഞ് 27-ാം തീയതി സ്വർഗം.